ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ആഫ്രിക്കൻ ടീമുകളാണ് ബ്രസീലിന്റെ എതിരാളികൾ. അതായത് ആദ്യ മത്സരത്തിൽ സെനഗലാണ് ബ്രസീലിന്റെ എതിരാളികൾ. നവംബർ 15-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ മത്സരം നടക്കുക. പിന്നീട് നവംബർ 19-ാം തീയതി അർദ്ധരാത്രി നടക്കുന്ന മത്സരത്തിൽ ടുണീഷ്യയാണ് ബ്രസീൽ നേരിടുക. യൂറോപ്പിൽ വെച്ചുകൊണ്ടാണ് ഈ 2 മത്സരങ്ങളും നടക്കുന്നത്. ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീലിന്റെ സ്ക്വാഡിനെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇന്നാണ് പ്രഖ്യാപിക്കുക. ഇന്ന് രാത്രിയാണ് നമുക്ക് ഈ ഒരു സ്ക്വാഡ് അറിയാൻ സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് TNT സ്പോർട്സ് ബ്രസീൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് സൂപ്പർ താരമായ ഫിലിപ്പെ കൂട്ടിഞ്ഞോ ഇപ്പോൾ ബ്രസീലിന്റെ പ്രിലിമിനറി സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സമീപകാലത്ത് വാസ്കോ എന്ന ക്ലബിന് വേണ്ടി മികച്ച പ്രകടനമാണ് കൂട്ടിഞ്ഞോ പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക സ്ക്വാഡിൽ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഫൈനൽ സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ വാസ്കോയുടെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി കാർലോ ആഞ്ചലോട്ടി എത്തിയിരുന്നു. 4 താരങ്ങളെയാണ് പ്രധാനമായും അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഗോൾ കീപ്പറായ ലിയോ ജാർഡിൻ, റൈറ്റ് ബാക്കായ പൗലോ ഹെൻറിക്കെ, അതുപോലെ തന്നെ ഫിലിപ്പെ കൂട്ടിഞ്ഞോ വരുന്നു. അതുപോലെ തന്നെ മുന്നേറ്റ നിര താരമായ റയാൻ എന്നിവരെയാണ് കാർലോ ആഞ്ചലോട്ടി ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫിലിപ്പെ കൂട്ടിഞ്ഞോ പ്രിലിമിനറി സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. നെയ്മർ കഴിഞ്ഞ മത്സരത്തിൽ സാന്റോസിന് വേണ്ടി കളിച്ചിരുന്നു. പക്ഷേ നെയ്മർ ഇപ്പോൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് ഇപ്പോൾ മാത്രമാണ് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂട്ടിഞ്ഞോക്ക് ഫൈനൽ സ്ക്വാഡിൽ ഇടം ലഭിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.